ഹലോ. ആ, പറഞ്ഞാട്ടെ. എന്റെ പേര് വിദ്യ എന്നാണ് സാർ. ശരി. എനിക്ക് 2 വീലറിന്റെ ലൈസൻസ് ഉണ്ട്, പക്ഷെ അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പം ഡ്യൂപ്ലിക്കേറ്റിന്റെ കോപ്പി ഉണ്ട്. പിന്നെ എനിക്കിപ്പോ 4 വീലർ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിന്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ ഒറിജിനൽ ലൈസൻസ് വേണ്ടി വരില്ല സാർ. അപ്പൊ അതിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ശരി. നമുക്ക് സാധാരണഗതിയിൽ ലൈസൻസ് സംബന്ധമായ, ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ ഏത് സർവീസിനും ലൈസൻസിന്റെ ഒറിജിനൽ നമ്മൾ സ്കാൻ ചെയ്ത് ആ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ലൈസൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് ലൈസൻസിന് പകരം DL എക്സ്ട്രാക്ട് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ DL എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒരു രേഖയാണ്. അത് മോട്ടോർ വാഹന വകുപ്പിന്റെ സാരഥി വെബ്സൈറ്റിൽ നമ്മൾ ഫീസ് ഒടുക്കിയാൽ നമുക്ക് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്ട് ലഭ്യമാണ്. അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അതിൽ ഫീസ് അടച്ചിട്ട് നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് ഈ ലൈസൻസ് നഷ്ടപ്പെട്ടവർ മാത്രം ചെയ്യുന്നതാണോ ഈ BM-ന്റെ? അതെ, അത് അല്ലാതെ എടുക്കാവുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടാത്ത ഒരാൾക്കും നമുക്ക് ഒരു DL എക്സ്ട്രാക്ട് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഫീസ് ഒടുക്കിയാൽ അത് ലഭ്യമാകുന്നതാണ്. ഈ ലഭിക്കുന്ന എക്സ്ട്രാക്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് പകരം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകുന്നതാണ് പുതിയ അപേക്ഷയോടൊപ്പം. പക്ഷേ പുതിയ അപേക്ഷ സമർപ്പിക്കുമ്പോൾ DL എക്സ്ട്രാക്ട് ആണ് നമ്മൾ സ്കാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള ഫീസ് കൂടി പുതിയ ലൈസൻസ് LMV ലൈസൻസ് ആഡ് ചെയ്യാനുള്ള അപേക്ഷയോടൊപ്പം നമുക്ക് ആ ഫീസിനോടൊപ്പം ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന്റെ ഫീസ് കൂടി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ലൈസൻസ് വരുന്നത് നമുക്ക് ഒരുമിച്ചാണോ വരുന്നത്? ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്ന മുറയ്ക്ക് ഒരു ലൈസൻസിന് തന്നെ 2 ക്ലാസ് ആഡ് ചെയ്തായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പം മറ്റത് നഷ്ടപ്പെട്ടാലും എനിക്ക് ഇതില് ക്ലിയർ ആയി കിട്ടും. തീർച്ചയായും പുതിയ ലൈസൻസ് ലഭിക്കുമ്പോൾ അതിൽ 2 ക്ലാസ്സും ഉണ്ട്. ശരി സാർ, താങ്ക് യു സാർ. താങ്ക് യു.